കലിയുഗരക്ഷകനായി അവതാരമായി വന്നു അനന്തശായിയായി വാഴും പരമാത്മാവേ. കലിയുഗരക്ഷകനായി അവതാരമായി വന്നു അനന്തശായിയായി വാഴും പരമാത്മാവേ. അനന്തമായി സൃഷ്ടി ചെയ്ത ലോകമെല്ലാം രക്ഷ ചെയ്യുവാൻ അനന്തമായി സൃഷ്ടി ചെയ്ത ലോകമെല്ലാം രക്ഷ ചെയ്യുവാൻ ആനന്ദനാമമായി വന്ന ഗുരുവരനേ. ആനന്ദനാമമായി വന്ന ഗുരുവരനേ. കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ ശുഭാനന്ദ രൂപമായി വാഴും ദൈവമേ. കലിയെല്ലാം മുടിച്ചിട്ട് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ ശുഭാനന്ദ രൂപമായി വാഴും ദൈവമേ. ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ. ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ. ദുഃഖമെല്ലാം തീർത്തു എന്നെ ചേർത്തിടണേ. ആത്മലോകമങ്ങേ നോക്കി കരയുന്നു കാണണമേ. ദുഃഖമെല്ലാം തീർത്തു എന്നെ ചേർത്തിടണേ. സങ്കടങ്ങൾ തീർത്തിടുവാൻ സന്തോഷത്തെ ദാനം ചെയ്യുവാൻ സങ്കടങ്ങൾ തീർത്തിടുവാൻ സന്തോഷത്തെ ദാനം ചെയ്യുവാൻ സർവശക്തങ്ങല്ലാതെ ആരുമില്ലല്ലോ. സങ്കടങ്ങൾ തീർത്തിടുവാൻ സന്തോഷത്തെ ദാനം ചെയ്യുവാൻ സർവശക്ത അങ്ങല്ലാതെ ആരുമില്ലല്ലോ. ശാന്തിരൂപ 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 ദൈവമേ. ശാന്തിരൂപ 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 ദൈവമേ. ശാന്തിരൂപ 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 ദൈവമേ. ശാന്തിരൂപ 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 ദൈവമേ. ശാന്തിയായി എന്നും വാഴണമേ ദൈവമേ. സർവശക്തിയുടെ അത്ഭുതവാഴ്ച 12 വർഷക്കാലം പൂരാടം നക്ഷത്രത്തിൽ ശാന്തി സ്വരൂപനായി വാണിരുന്ന വാഴ്ച, അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്ന് പൂരാടം ബക്കനാൾ ദിനത്തിൽ പ്രഭാതത്തിൽ കീർത്തിച്ച കീർത്തനമാണിപ്പോൾ വീണ്ടും ഒന്നുകൂടി കീർത്തിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. ഭാഗവതർ തന്നെ 2 പ്രാവശ്യം ഇന്ന് കീർത്തിച്ചു. അതിനു മുമ്പ് പല ഭക്തജനങ്ങളും കീർത്തിച്ചു. ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു നമ്മുടെ ബക്കനാളിൻ്റെ ആരംഭ സമയത്ത്. ആ അനുഭൂതിയോടുകൂടി തന്നെയാണ് ഈ ആരാധനയും ആരംഭിച്ചിരിക്കുന്നത്. ഇത് ആനന്ദമായി നിങ്ങളിൽ ഭവിക്കുമാറാകട്ടെ. ആത്മകോമള സ്വരൂപനാകുന്ന ജഗദീശ്വരൻ്റെ അത്ഭുതവാഴ്ച ലോകാന്ത്യം വരെ കാണുമെന്ന് കൽപ്പിച്ച കൽപ്പനയെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഉത്രാടത്തിൽ വാണിരുന്ന പൊന്നുതിരുമേനി തന്നെ പൂരാടത്തിലേക്ക് ഉദയമായി വന്ന് അത്ഭുതവാഴ്ച നടത്തിയ പൂരാട നക്ഷത്രമാണ്. ചിന്തിക്കും തോറും അന്തരംഗത്തിൽ അനുഭൂതി വിശേഷങ്ങളും ആനന്ദവും നിറയുന്ന അത്യുത്തമമായ ഒരു വാഴ്ച. ആരാഞ്ഞറിഞ്ഞങ്ങ് ആരാധിക്കുന്നവരിൽ ആനന്ദം നൽകുന്ന വാഴ്ച. ഉന്നതനാകുന്ന ജഗദീശ്വരനെ അപാദചൂടം കണ്ട് നമസ്കരിച്ചുകൊണ്ട് ഈ ആരാധന ആരംഭിക്കുകയാണ്. ഉന്നതമാകുന്ന നമ്മുടെ 12 വെള്ളിയാഴ്ച വ്രതവും അതിൻ്റെ സമാപനമായ തീർത്ഥാടനവും അതിൻ്റെ അനുസ്മരണമായിരുന്നു 2 ആഴ്ച നടന്നതെങ്കിലും ഇതിനിടയിൽ നമുക്ക് വാർഷികാഘോഷങ്ങൾ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രാധാന്യവും കൂടെ കൊടുത്ത് അതിൽ നിന്ന് വന്നവരെ കൂടി ചേർത്താണ് സാക്ഷീകരണമൊക്കെ നടന്നുകൊണ്ടിരുന്നത്.
ഇന്നും ഈ ആരാധനയിൽ 2 ശാഖാശ്രമ വാർഷികം കഴിഞ്ഞ് എത്തിയവരുണ്ട്. ഒന്ന് 15-ാം തീയതി നടന്ന ആനാവൂർ ശാഖാശ്രമ വാർഷികം, അത് കഴിഞ്ഞ് പുനഃപ്രതിഷ്ഠയും ധ്വജപ്രതിഷ്ഠയും നടത്തി വാർഷികാഘോഷം ആഘോഷിച്ച നമ്മുടെ മലയാലപ്പുഴ ശാഖാശ്രമത്തിൽ നിന്നും ഭക്തജനങ്ങൾ കൂടുതലായും വന്നിട്ടുണ്ട്. സന്യാസ പരമ്പരകൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ഒരല്പം സ്വല്പമായിട്ടൊക്കെ ഒരു നന്ദി വാക്ക് പറയേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഞാൻ കൂടുതൽ ആമുഖമായി പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം വളരെ ശ്രദ്ധിക്കുക. ഉന്നതനാകുന്ന ദൈവത്തെ ആശ്രയിച്ച് ഓടിയെത്തിയതാണ് എന്ന വിശ്വാസത്തിൽ ഹൃദയങ്ങൾ മലിനമാകാതെ ഈ ആരാധനയിലേക്ക് തന്നെ കേന്ദ്രീകരിച്ച് ഭഗവാനെ ഹൃദയത്തിൽ കണ്ടുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ സ്വസ്ഥാനങ്ങൾ, ഇപ്പോൾ സ്വസ്ഥാനം എന്ന് പറയാൻ കാരണം ആശ്രമത്തിന് വെളിയിലും ഇപ്പോൾ ആളുകൾ ഇരിപ്പുണ്ട്. കാരണം അല്ലാതെ നിവൃത്തിയില്ല, വരുന്നവരെല്ലാവരും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളാനുള്ള നിർവാഹമില്ലാത്തതുകൊണ്ട് വെളിയിലിരിക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ ഇരിക്കുന്നത് ഇതിനുള്ളിലിരിക്കുന്ന പോലെയുള്ള ഒരു ചിന്തയിലായിരിക്കണം, എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അല്ലാതെ അവരവരുടെ ഇഷ്ടത്തിന് മൊബൈലെടുത്ത് അങ്ങോട്ടും ചൂണ്ടി ഇങ്ങോട്ടും ചൂണ്ടി ചെവിക്കകത്തോട്ട് ഓരോ കാര്യവും പറഞ്ഞ് ഇവിടെ പറയുന്ന ഒന്ന് വിമർശിച്ച് അല്ലെ ഒന്ന് അനുകൂലിച്ച് എന്ന് വേണ്ട അങ്ങനെയൊക്കെയുള്ള സംസാരം അതൊന്നും പാടില്ല. ഇതിനകത്തിരിക്കുന്ന പോലെ തന്നെ ആയിരിക്കണം ഓരോരുത്തരും ഓരോ സ്ഥാനങ്ങളിലും ഇരിക്കുന്നത്. അങ്ങനെ ഇരുന്ന് ഇതിനെ ശ്രദ്ധിച്ചെങ്കിലേ അതുകൊണ്ടുള്ള ഗുണമുണ്ടാകും. എന്തിനാണ് നമ്മൾ വന്നത്? ഭഗവാനെ കാണാനും അനുഗ്രഹം വാങ്ങാനും. ഭഗവാനെ ആർത്തിയോടെ ഞങ്ങൾ വന്നതാണ്. ആർത്തിയോടെ ഈ ലോകഭാഗ്യങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും പരലോക ഭാഗ്യത്തെ കാണണമേ. ഇപ്പോ പരലോക ഭാഗ്യം അത് പരമാനന്ദമാണ്, അത് പരമാത്മാവിൽ മാത്രം ഇരിക്കുന്നതാണ്. ആ പരമാത്മാവിനെ എൻ്റെ ആത്മാവിൻ്റെ രൂപമായി കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ആദർശ ജീവിതം നയിക്കുന്ന ഓരോ ഭക്തനും ഭക്തയും ചിന്തിക്കുന്നതും ജീവിക്കുന്നതും. അതുകൊണ്ട് ആ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. എല്ലാവരിലും പരമാനന്ദം ഈശ്വരൻ ദാനം ചെയ്യുമാറാകട്ടെ. കാണുക കാണുക തിരുരൂപത്തെ ആത്മാവിൻ രൂപമായി. കാണുക കാണുക തിരുരൂപത്തെ ആത്മാവിൻ രൂപമായി. ആത്മാവിൽ തന്നെ നിങ്ങൾ കണ്ടുകൊള്ളുക, എന്നും കണ്ടുകൊള്ളുക. കാണുക കാണുക തിരുരൂപത്തെ ആത്മാവിൻ രൂപമായി.
ആത്മജ്ഞാനം ആത്മാവിൽ നൽകുവാൻ അവതാരമായി വന്നു വാഴുന്ന കാലമാണിത്. ആത്മജ്ഞാനം ആത്മാവിൽ നൽകുവാൻ തിരുവതാരമായി വന്ന് വാഴുന്ന കാലമാണ്. അനുഭവജ്ഞാനമാണ് ആത്മാവിന് അതിരുചിയും കൗതുകവും വർദ്ധിപ്പിക്കുന്നത് മുൻപും അറിയിച്ചിട്ടുണ്ട്. അനുഭവജ്ഞാനമാണ് ആത്മാവിൽ കൗതുകവും അതിരുചിയും വർദ്ധിപ്പിക്കുന്നത്. ഈ അനുഭവജ്ഞാനം എന്ന് പറയുന്നത് ലോകത്തിൽ ജീവിച്ച് കർമ്മിച്ച് ശുദ്ധീകരിച്ച് കിട്ടുന്ന കർമ്മഫലത്തിന്റെ പരിപൂർണതയാണ് അനുഭവജ്ഞാനം എന്ന് പറയുന്നത്. ആ അനുഭവജ്ഞാനത്തെ ഒരു മർത്യന് യഥാവിധി ആത്മലോകത്തിലേക്ക് തെളിയിക്കുവാനോ അറിയിക്കുവാനോ വലിയ കഴിവുകളൊന്നുമില്ല. അതിന് പ്രാപ്തിയുമില്ല. കാരണം ഓരോ ജന്മം കഴിയും തോറും കിട്ടുന്ന അനുഭവജ്ഞാനങ്ങൾ അതാത് ജന്മങ്ങളിൽ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ആത്മാവിന് വളർച്ച ഉണ്ടാകുന്നുണ്ട്. എന്നാൽ എല്ലാം ഓർത്തെടുത്ത് പറയുവാനോ പ്രവർത്തിക്കുവാനോ എല്ലാവർക്കും കഴിയില്ല. അതിനുവേണ്ടി ആ അനുഭവജ്ഞാനത്തെ യഥാവിധി ആത്മലോകത്തിലേക്ക് ഭവിപ്പിക്കുവാൻ ആത്മജ്ഞാനിയാകുന്ന ജഗദീശ്വരനാണ് അവതാരമായി വന്ന് വാഴുന്നത്. ഇന്ന് ഒരു മഹത് വ്യക്തി നമ്മുടെ സ്ഥാപനത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അദ്ദേഹം ആദ്യം എന്നോട് പറഞ്ഞു, പച്ച മലയാളത്തിൽ ഇങ്ങനെ അദ്വൈതം പറയുന്നത് ഞാൻ മുമ്പ് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യ സമയത്ത് ഒരു 3 വർഷം തപസ്സനുഷ്ഠിച്ചിരുന്നു. അത് ഏറ്റവും ലളിതമാക്കിയത് പദാർത്ഥമന്മാരായ മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക വിധം അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് തപസ് ചെയ്തത് എന്ന് പറഞ്ഞു. അതിനുവേണ്ടിയാണ് തപസ് ചെയ്തത്. സമ്പൂർണ്ണ ജ്ഞാനം അവതാരമായി വന്ന് പിന്നെ ആരെ തപസ് ചെയ്യാനാണ്? ആരെയും തപസ് ചെയ്യാനില്ല. പിന്നെ ഞാൻ ചെയ്ത തപസ് എന്തിനു വേണ്ടിയാണ്? എന്റെ സന്താനങ്ങൾ ലോകത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിയുന്നു, അറിവില്ലാതെ വലയുന്നു, അടിമകളായി കഴിയുന്നു. അവരെ വീണ്ടെടുക്കണം. വളരണം, നാം വളരണം, അറിവിൽ കൂടി വളരണം. വളരണം, നാം വളരണം, അറിവിൽ കൂടി വളരണം. അറിവുകേടാം അടിമയെ വിട്ടുയരണം, നാം ഉയരണം. അറിവുകേടാം അടിമയെ വിട്ടുയരണം, നാം ഉയരണം. ഈ അടിമത്വം എന്ന് പറയുന്നത് ഏറ്റവും വലിയ അടിമത്വം എന്ന് പറയുന്ന അറിവുകേടാണ്. അറിവില്ലാത്തവരാണ് അടിമകൾ. അല്ലാതെ ലോകവശാൽ അടിമ ഉടമ സമ്പ്രദായം ഉണ്ടായിരുന്നു, ഇപ്പോഴും ചിലയിടങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അത് പരിപൂർണമായും തച്ചുടയ്ക്കുവാനാണ് അറിവിന്റെ ഉടമസ്ഥൻ വന്ന് ഈ അറിവിനെ ലോകത്തിലേക്ക് അവതരിപ്പിക്കുന്നത്. അറിവ് ഗ്രഹിച്ചവരാരെയും അടിമകളാക്കി വെക്കുകയില്ല. അറിവ് ഗ്രഹിച്ചവരാരെയും ആരുടെയും അടിമകളാവുകയുമില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അടിമകളാക്കാൻ തോന്നുകയില്ല, അടിമകളായി പോകുവാനും അനുവദിക്കുന്നില്ല. അതാണ് അറിവിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ലോകവശാൽ വിദ്യാസമ്പന്നരായി നിന്ന് വലിയ ഉദ്യോഗസ്ഥരായി അടിമത്തം മാറുന്ന കാര്യം അല്ലി പറയുന്നത്. ഞാനും നീ ഒന്നാണ് എന്ന മഹാതത്വം നിന്നിൽ തെളിയിക്കുന്ന അറിവാണ് ഗുരു അവതരിപ്പിക്കുന്ന അറിവ്. നാം എല്ലാവരും ഒന്നാണ്, ആത്മാവിൽ നാം ഒന്നാണ്. ആത്മാവിന്റെ ഏകബന്ധം പരമാത്മാവിലാകുന്നു. നാം എല്ലാവരും ഒന്നാണ്, ആത്മാവിൽ നാം ഒന്നാണ്. ആത്മാവിന്റെ ഏകബന്ധം പരമാത്മാവിലാകുന്നു. ഇത് പറഞ്ഞു കേട്ടും പഠിപ്പിച്ചും ഒക്കെ പലർക്കും അറിയാം. ഇത് നാം എല്ലാ ആത്മാക്കളാണ്.
പറഞ്ഞു കേട്ടും പഠിപ്പിച്ചും ഒക്കെ എല്ലാവർക്കും അറിയാം, നാം എല്ലാവരും ആത്മാക്കളാണ്. പക്ഷേ ഈ അറിവിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് അറിവ് നിന്നിൽ ഭവിച്ചു എന്ന് അധികാരപ്പെടാൻ പറ്റുന്നത്. പക്ഷേ അറിവിൽ നിന്ന് പ്രവർത്തിക്കാൻ കഴിയുമ്പോഴാണ് അറിവ് നമ്മിൽ ഭവിച്ചു എന്ന് അവകാശപ്പെടാൻ പറ്റുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടേതെന്ന് കരുതുന്ന ചില കാര്യങ്ങളോടുള്ള ബന്ധവും അയലത്തുകാരോടുള്ള ബന്ധവും ഇപ്പോഴും രണ്ടായിട്ട് തന്നെ നിൽക്കുകയാണ്. അതിന് ഏകത്വം വന്നിട്ടില്ല. നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിന് വെച്ചിരിക്കുന്ന ഒരു പൈസ അയലത്തുകാരന് കൊടുക്കാൻ വലിയ താല്പര്യമൊന്നും എല്ലാവർക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്താ ഉണ്ടാവാത്തത്? അന്യത നിൽക്കുന്നത് കൊണ്ടാണ്. അന്യതാബോധം നിൽക്കുന്നത് കൊണ്ടാണ്. അതാണ് മാറേണ്ടത്. അത് മാറ്റുവാനുള്ള അറിവാണ്. ഏകത്വമെന്ന ബോധം ഏവർക്കും ഒരുപോലെ. എന്ത് വേണം? ഈ ആത്മജ്ഞാനം വേണം. ആത്മജ്ഞാനം ഗുരുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. ഗുരു ആത്മാവിലേക്ക് ഒരു സൃഷ്ടി നടത്തുകയാണ്. അവിടെയാണ് ഒരു പുനർജന്മം ഉണ്ടാകുന്നത്. പൂരനക്ഷത്രം ആഘോഷിക്കുമ്പോൾ ഞാൻ മിക്കവാറും പറയാറുണ്ട്, നമ്മുടെ എല്ലാം ജന്മദിനം പൂരനക്ഷത്രമാണെന്ന് സ്വയം നിങ്ങളെല്ലാം സമ്മതിക്കും. എങ്ങനെയാണത് സമ്മതിക്കുന്നത്? എങ്ങനെയാണത് സംഭവിച്ചത്? ഈ ലോകത്തിൽ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ആത്മാക്കളെയെല്ലാം മാടി വിളിച്ച് നീ ദൈവത്തിൽ നിന്ന് വന്ന ജന്മമാണെന്നും തിരിച്ചു ദൈവത്തിലേക്ക് ചേരേണ്ടതാണെന്നും നിന്റെ ഉൾക്കാമ്പിൽ അറിവ് കൊണ്ട് രൂപപ്പെടുത്തി ആ അറിവിൽ കൂടി ജീവിച്ച് കർമ്മിച്ച് പരമാനന്ദം അനുഭവിക്കുവാൻ അവസരം തന്ന ഗുരു അത് ഏകപിതാവാണെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് ഈ ജ്ഞാനം ഗ്രഹിച്ചവരെല്ലാം പൂരം നക്ഷത്രം നമ്മുടെ ജന്മദിനമാണെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ എല്ലാം ജന്മദിനം പൂരമാണെന്ന് സമ്മതിക്കുന്നവരൊന്ന് കൈ ഉയർത്തി കണ്ടാക്കണം, കൈ അടിച്ചു കേട്ടാക്കണം. പൂരം നക്ഷത്ര ദിനം പുണ്യദിനം നമുക്ക് ജന്മമെടുത്ത സർവാത്മാക്കളുടെയും ജന്മദിനമാണ്. ഈ അറിവ് കൊണ്ട് പുനർജന്മം ലഭിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ തീരുമാനത്തിൽ എത്തിയത്. അപ്പൊ അറിവിന്റെ വഴിയിൽ ജീവിക്കുന്നവരുടെ എല്ലാം ജന്മദിനം പൂരമാണ്. പൂരം പൂർണ്ണത്തിന്റെ പര്യായമാണ്. പൂർണ്ണം പരമാത്മാവിന്റെ പര്യായമാണ്. പരമാത്മാവ് ജന്മാന്തരജ്ഞാനവുമായിട്ടാണ് അവതാരമായി വന്നിരിക്കുന്നത്. ആ ജന്മാന്തരജ്ഞാനം ഭവിച്ചവരെല്ലാം പൂരനക്ഷത്ര ജാതരാണ്. അങ്ങനെ ജന്മിയാകുന്ന ഗുരുവിനെ ജന്മാന്തരജ്ഞാനത്തിലൂടെ അകതാരിൽ കണ്ടറിഞ്ഞ് ആനന്ദം അനുഭവിക്കുന്നവർക്കെല്ലാം പരലോകത്തിൽ പ്രത്യേക സ്ഥാനം നീ വെച്ച് നിലനിർത്തിയിട്ടുണ്ട്.
പരലോകത്തിൽ പ്രത്യേക സ്ഥാനം നിയമിച്ച് നിലനിർത്തിയിട്ടുണ്ട്. അത് പരമാത്മാവിന്റെ പ്രത്യേക അധികാരമാണ്. അത് പരമാത്മാവിന്റെ പ്രത്യേക അധികാരം. അപ്പൊ പല ആളുകളും വിചാരിക്കുക ഈ ലോകത്തിലും കഴിഞ്ഞുകൂടിയപ്പോൾ ഇത് എത്ര സന്തോഷമായിട്ടാണ് പോകുന്നത്. അതിന്റെ യഥാർത്ഥാവസ്ഥ അറിയാത്തവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഉള്ളതും ഉണ്ടായതും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്തവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. നന്മയും തിന്മയും തിരിച്ചറിയാത്തവരാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഇതെല്ലാം വേർതിരിച്ചറിഞ്ഞ് ഈ അന്ധകാരാവസ്ഥകളെ ഒഴിവാക്കി, നരകാവസ്ഥകളെ ഒഴിവാക്കി, തിന്മകളെ ഒഴിവാക്കി, നന്മയിൽ കൂടി ജീവിച്ച്, വിജ്ഞാന സമ്പൂർണമായി ജീവിച്ച്, സ്വർഗതുല്യമായി ജീവിച്ച്, പരലോക പ്രാപ്തരാകുവാൻ സർവദാ സന്നദ്ധരായിരിക്കുന്നവരെല്ലാം ഒന്ന് കൈവരുത്തി കണ്ടാക്കൊള്ളാം. പരലോകതുല്യരാക്കി പരമാനന്ദത്തെ നൽകി, പരിചോടെ വാഴുന്ന ആത്മാവിൽ പരമാത്മാവ്, പരിചോടെ വാഴുന്ന ആത്മാവിൽ. പരലോകതുല്യരാക്കി പരമാനന്ദത്തെ നൽകി, പരിചോടെ വാഴുന്ന ആത്മാവിൽ പരമാത്മാവ്, പരിചോടെ വാഴുന്ന ആത്മാവിൽ. ഇപ്പോ പരമാത്മാവിന്റെ വാഴ്ച ആത്മാവിൽ കാണുമ്പോൾ പരലോകം അവിടെ വെച്ച് കാണുകയാണ്. അപ്പോ ആകാശത്തിന് മുകളിൽ വേറെ ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് പരലോകത്തിൽ അതെല്ലാം അനുഭവിക്കാമെന്ന് അങ്ങനെ ചിന്തിക്കണ്ട. വളരെ പ്രത്യേകമായി പറഞ്ഞല്ലോ, പരലോകം തേടിയിടേണ്ട, പരലോകം ഇവിടെ തന്നെ, പരലോകം തേടിയിടേണ്ട, പരലോകം തേടിയിടേണ്ട, പരലോകം ഇവിടെ തന്നെ. എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ ലഭിക്കും? പരമാർത്ഥം അറിയുമ്പോൾ, പരമാർത്ഥം അറിയുമ്പോൾ പരലോകം ഇവിടെ തന്നെ. എന്താ പരമാർത്ഥം? പരമാത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനമാണ് പരമാർത്ഥം. അപ്പൊ പരമാത്മാവിനെ അറിയണം. ആരറിയണം? കാണുക കാണുക ഗുരുരൂപത്തെ ആത്മാവിൻ രൂപമായി, കാണുക ആത്മാവിൽ തന്നെ നിങ്ങൾ കണ്ടുകൊള്ളുക, എന്നും കണ്ടുകൊള്ളുക. പരമാർത്ഥം ഗ്രഹിക്കാനും പരലോകം കാണാനും പരമാത്മ പൂജ ചെയ്യുവാനും ആത്മാവല്ലാതെ വേറെ ആരുമില്ല. ആത്മാവിനല്ലാതെ വേറെ ആർക്കും അതിന് കഴിവില്ല. കാരണം ആ യഥാർത്ഥ രൂപത്തിലാണ് ആത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ഒരു അംശരൂപമാണെന്ന് മാത്രമേ ഉള്ളൂ. മുൻപ് ഞാൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, പണ്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന TV ആന്റിന നിങ്ങൾക്കൊക്കെ പലർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ലെങ്കിലും ആ ഇടക്കാലത്ത് വന്ന ഒരു സാധനമാണ്. വലിയൊരു പോലൊരു സാധനം നമ്മുടെ വീടിന്റെ ഒക്കെ മുകളിൽ വെക്കും. അപ്പൊ ഓരോരുത്തരുടെയും ധനത്തിന്റെ ആ വർധനം അനുസരിച്ചാണ് ഇതിന് ആന്റിനയുടെ പൊക്കം കൂട്ടുന്നത്. അപ്പൊ റോഡിൽ കൂടെ പോകുമ്പോൾ അയൽവാസികളും സുഹൃത്തുക്കളും അതും അല്ലാതുള്ളവരും ഒക്കെ പറയുമ്പോൾ അവിടെ ഒരു പൈപ്പേ വെച്ചിട്ടുള്ളൂ, അവിടെ 3 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതിന്റെയൊക്കെ എണ്ണം എടുത്തോണ്ടാ പോകുന്നത്. അപ്പൊ ഇതിന്റെ ധനാഢ്യതയാണ് ഇതിനെയൊക്കെ സൂചിപ്പിക്കുന്നത്. പൊക്കം കൂടുന്നതനുസരിച്ച് അവർക്ക് വെയിറ്റ് ാണ്. അപ്പൊ അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ TV ആന്റിന, അപ്പൊ അതിനകത്ത് കുറെ ഇങ്ങനെ പല്ലുപോലെ കുറെ
കമ്പികൾ ഇതിനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറെ കമ്പികൾ നിരത്തി ഇനി അറ്റത്ത് വരുമ്പോൾ വളഞ്ഞ ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ഒരു വളഞ്ഞൊരു കമ്പ് വെച്ചിട്ടുണ്ട്. അപ്പൊ സാധാ മലയാളികൾ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയരിപ്പ് വെച്ചെന്ന് തന്നെയാണ്. സാധാരണ മലയാളികൾ പറഞ്ഞുകൊണ്ടിരുന്നത് വലിയ നാട്ടുഭാഷ അത് തന്നെയായിരുന്നു. അല്ല ആന്റിനെ വെച്ചൊന്നും അങ്ങനെ പറയാറില്ല. അഞ്ചിനെ വെച്ചൊന്നും അങ്ങനെ പറയാറില്ല. അപ്പുറത്തെ ഇന്നാരുടെ വീട്ടിൽ ഒരു വലിയരിപ്പ് വെച്ചിട്ടുണ്ട്. ഇന്നാരുടെ വീട്ടിൽ ഒരു വലിയരിപ്പ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നാട്ടുഭാഷ അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. നാട്ടുഭാഷ ഉപയോഗിക്കുന്ന ആന്റിന ഉപയോഗിക്കുന്ന ആന്റിന ഇത് സംപ്രേഷണം ചെയ്യുന്ന TV ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഇത് സംപ്രേഷണം ചെയ്യുന്ന ദൂരദർശൻ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന സിഗ്നലുകളെ അഥവാ തരംഗങ്ങളെ സ്വീകരിക്കാൻ തക്ക വിധത്തിലാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഒന്നുകിൽ അത് 8-1 അല്ലെങ്കിൽ 4-1 ഒക്കെ ആയിട്ട് കൺവെർട്ട് ചെയ്താണ് അതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത് അതിന്റെ ഒരു പ്രത്യേകതയാണ്. ആ അംശത്തിലാണ് അതിനെ സ്വീകരിക്കപ്പെടുന്നത്. ഇതുപോലെ അംശിച്ചംശിച്ച് പരമാത്മാവിനെ തന്നെ അംശിച്ചംശിച്ചാണ് ഈ ഓരോ മൺകുടങ്ങളിലും അങ്ങനെ നിറച്ചു വെച്ചിരിക്കുന്നത്. കൃത്യമായി ഒന്ന് ട്യൂൺ ചെയ്ത് വെച്ചാൽ വളരെ വ്യക്തമായ ചിത്രം നമുക്ക് കാണാൻ പറ്റും. ആന്റിനെ തിരിഞ്ഞിരുന്നാൽ വികലമായി പോകും. അതിൽ ബൂസ്റ്ററിന് പവർ സപ്ലൈ എത്താതെ പോയാൽ വികലമായി പോകും. വയറ് കട്ടായി പോയാൽ വികലമായി പോകും. TV കേടായി പോയാൽ വികലമായി പോകും. എന്ത് വികലമായി പോയി? കാഴ്ച മങ്ങിപ്പോവുകയാണ്. അപ്പൊ പഴയ ആളുകൾ ടിവിക്കകത്തോടെ മഴ പെയ്യുന്ന പോലെ കാണുന്നു. എന്താ കാര്യം? അപ്പൊ ഒരാൾ പറയും ആന്റിനെ തിരിഞ്ഞിരിക്കുക. അപ്പൊ കാറ്റടിച്ചപ്പോൾ തിരിഞ്ഞു പോയപ്പോൾ തിരിച്ച് നേരെ വെച്ചപ്പോൾ അതിന്റെ സിഗ്നൽ വന്ന് നല്ല കറക്റ്റ് അവിടെ വെച്ചു. അപ്പൊ താഴെ ഒരാളേക്കും മുകളിൽ ഒരാളേക്കും ഇതൊക്കെ വന്നത്തെ വലിയ പരിപാടികളായിരുന്നു. ഇതുപോലെ ഒരു ട്യൂണിംഗ് ഉണ്ട്. എന്താ ട്യൂണിങ്? നിയമം പാലിക്കണം ആത്മാക്കളെ, നാമം സ്തുതിക്കണം ആത്മാക്കളെ. നാമവും നിയമവും പാലിക്കുവാൻ തീരുമാനിച്ചു നാം ജീവിക്കണം. അത് മാത്രം പോരാ, സത്യത്തിൽ നിന്നു നാം തെറ്റരുതേ, സത്യവിരുദ്ധം നാം ചെയ്യരുതേ. സത്യം പാലിച്ചങ്ങു ജീവിക്കുന്ന ആത്മാവിൽ ഈശ്വരൻ വാസമുണ്ട്. പരമാത്മ ദർശനത്തിന് കഴിവും അധികാരവും കൊടുത്താണ് ജീവാത്മാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? താൻ തന്നെയാണ് ആത്മരൂപാന്തരപ്പെട്ടിരിക്കുന്നത്. ആത്മാവായി ലോകത്തിൽ വാഴുന്നത് പരമാത്മാവ് തന്നെയാണ്. രണ്ടൊന്നൊരവസ്ഥയില്ല, അന്യമായിട്ടൊന്നുമില്ല. തിരിച്ചെഴുന്നള്ളി വന്ന് ഇതിനൊരു ചെറിയ തിരുത്തു വരുത്തി പാടി. മുത്തുരത്നങ്ങളാം ആത്മാക്കളി വീതം നഷ്ടമായി പോകുന്നത് എത്ര കഷ്ടം. എന്താ കാരണം? ഈ പറഞ്ഞ നിയമമോ നാമമോ പാലിക്കാതെ
സത്യമോ ധർമ്മമോ പൂർത്തീകരിക്കാതെ സത്യമോ ധർമ്മമോ പൂർത്തീകരിക്കാതെ ഇങ്ങനെ കാടുകേറി പൊയ്ക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ നോക്കിയാണ് അത് പാടിയത്. അങ്ങനെ കാടുകേറി പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരെ നോക്കിയാണ് ഭഗവാൻ ഉന്നമേ ഇത് അറിഞ്ഞവൻ അന്യമായി സൃഷ്ടിച്ചിട്ടില്ല. ഉന്നമേ ഇത് അറിഞ്ഞവൻ അന്യമായി അവിടെ ഏകത്വം മാത്രമേ ഉള്ളൂ. ഏകത്വം മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യരേ ഉള്ളൂ. ഒരു സൃഷ്ടിയേ ഉള്ളൂ. ഒരു ആകാരമേ ഉള്ളൂ. ഒരു ആചാരമേ ഉള്ളൂ. ഒരു ആധാരമേ ഉള്ളൂ. ഒരു ദൈവമേ ഉള്ളൂ. പക്ഷേ അറിയുന്നില്ല. അങ്ങനെ അറിവില്ലാതെ അഴലേറുന്നവരെ നോക്കിയാണ് പാടിയത്. മുത്തുരത്നങ്ങള ആത്മാക്കളി വിധം നഷ്ടമായി പോകുന്ന എത്ര കഷ്ടം. അപ്പൊ നഷ്ടമായി പോകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്താലും ലാഭത്തിനാണല്ലോ ചിന്ത. ഇപ്പൊ സത്യം കേൾക്കാൻ ചില കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോ മാതാപിതാക്കളോട് ചോദിക്കാറുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അങ്ങനെ സത്യം കേട്ട് അവിടെ പോയി ജീവിച്ചാൽ ഞങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുന്നത്? ചിലരോട് ഉപദേശം പഠിക്കാൻ പറയുമ്പോഴും അങ്ങനെ ചോദിക്കും. അപ്പൊ അങ്ങനെ നേട്ടത്തിനും ലാഭത്തിനും വേണ്ടി ചിന്തിക്കുന്ന ചിന്തയാണല്ലോ ഇപ്പൊ കൂടുതലുള്ളത്. എന്നാൽ നിങ്ങൾ ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചു നോക്കണം. എന്റെ ജന്മം നഷ്ടമായി പോകാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് പരിപൂർണ ലാഭത്തിൽ കൊണ്ടുവന്ന് എത്തിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവിടാണ് അല്പം ശ്രമകരമായ ചില ജോലികൾ ചെയ്യേണ്ടി വരുന്നത്. എന്തുകൊണ്ട്? മായാനിബിഡമായ അന്ധകാര നിബിഡമായ ഈ ലോകത്തിൽ, ആ മായാശരീരത്തിൽ കൂടിയുള്ള ജീവിതയാത്രയിൽ മായയോട് ഇണങ്ങിയും പിണങ്ങിയും നിൽക്കുന്ന ഈ ശരീരത്തിൽ കൂടി ജീവിക്കുമ്പോൾ ആത്മാവിന്റെ അഥവാ നിന്റെ ജന്മത്തിന്റെ പൂർണ്ണതയെ അറിഞ്ഞ് നിനക്ക് മുന്നോട്ട് പോകാൻ അല്പം ശ്രമകരമായ ജോലികൾ ചെയ്യേണ്ടി വരും. ആ ശ്രമകരമായ ജോലിയുടെ പേരാണ് ആധ്യാത്മിക ജീവിതം. ആ ആത്മാവിന്റെ ഗുണങ്ങൾ ആത്മാവിൽ കണ്ടെത്തുവാൻ, ആത്മാവിന്റെ ഗുണങ്ങൾ ആത്മാവിൽ കണ്ടെത്തുവാൻ, ജീവിക്കുന്നതാകുന്നു ആധ്യാത്മിക ജീവിതം. ആത്മാവിന്റെ ഗുണങ്ങൾ ആത്മാവിൽ കണ്ടെത്തുവാൻ, ആത്മാവിന്റെ ജീവിക്കുന്നതാകുന്നു ആധ്യാത്മിക ജീവിതം. ആ ജീവിതം കൊണ്ട് നിനക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. മുമ്പേ ഞാൻ കീർത്തിച്ചത് അതുകൊണ്ടാണ്. ഈ ലോകഭാഗ്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും പരലോക ഭാഗ്യത്തെ കാണണമേ. ആ ആത്മാവെന്ന നിത്യവസ്തു നിന്നോടുകൂടി ലോകത്തിലുള്ളത് കൊണ്ടാണ് ജന്മകർമാദികൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നിന്നിൽ ആദ്യം ഉണ്ടാകട്ടെ. ആ ആത്മാവിന്റെ സുഖത്തിനായി ജീവിക്കുവാനുള്ള ബോധം ഉണ്ടാകട്ടെ. ആത്മാവിന്റെ ഹിതങ്ങൾ ഈശ്വരന്റെ ഹിതമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവട്ടെ. അങ്ങനെ ആത്മാവിന്റെ ഹിതമാകുന്ന നന്മകളെ ചെയ്തു ജീവിക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാവട്ടെ. ആ നന്മ നിറഞ്ഞ ജീവിതത്തിൽ പരമാർത്ഥമറിയുവാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. പരമാർത്ഥം അറിയുന്നതോടുകൂടി നീ പരലോകത്തിന് അർഹനാവുകയാണ്. അവിടെ പരമാനന്ദം അനുഭവമാവുകയാണ്. അതിനുവേണ്ടിയുള്ള പരിശുദ്ധ നിയമവഴികളാണ് ഈശ്വരൻ നിങ്ങൾക്കായി തന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന താരാസ്തുതി മഹായജ്ഞത്തിന്റെ വ്രതം
ഇപ്പോൾ നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മഹാരാസ്തുതിയുടെ ഹൃദയജ്ഞാനം അത് പരമപരിശുദ്ധമായ വ്രതമാണ്. അത് പരമപരിശുദ്ധമായ വ്രതമാണ്. ഇന്ന് അതിന്റെ 6ാമത്തെ ദിനമാണ്. അന്ന് അതിന്റെ 6ാമത്തെ ദിനമാണ്. ആ ഉന്നതമായ 21 ദിവസം ആ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഉന്നതമായ 21 ദിവസം ആ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് വന്നു ചേരുന്ന സന്താനങ്ങളെയാണ് ധാരാസ്തുതിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. വന്നുചേരുന്ന സന്താനങ്ങളെയാണ് ഭഗവാൻ ധാരാസ്തുതിയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗവും പഠിച്ചവരായിരിക്കണം. ജന്മാന്തര ജ്ഞാനോപദേശം 3 യുഗവും പഠിച്ചവരാണ്. 3 യുഗമെങ്കിലും പഠിച്ചവരായിരിക്കണം. 3 യുഗമെങ്കിലും പഠിച്ചവരാണ്. 4 യുഗമാണ് ജന്മാന്തര ജ്ഞാനോപദേശത്തിലുള്ളത്. 4 യുഗമാണ് ജന്മാന്തര ജ്ഞാനോപദേശം. അതിൽ 3 യുഗമെങ്കിലും പഠിച്ചവർക്ക് മാത്രമേ ഇപ്പോൾ താരാസ്തുതിയിൽ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. 3 യുഗമെങ്കിലും പഠിച്ചവർക്ക് മാത്രമേ ഇപ്പോൾ താരാസ്തുതിയിൽ പ്രവേശിക്കുവാൻ അനുവാദമുള്ളൂ. ആ വിധത്തിൽ വന്നു ചേരുന്നവരെയാണ് താരാസ്തുതിയിലേക്ക് ചേർക്കുന്നത്. ഈ പരിശുദ്ധ കർമ്മങ്ങളിൽ ഏർപ്പെടുവാൻ വേണ്ടിയുള്ള താൽക്കാലികമായുള്ള ഒരു ഒരുക്കമാണ് ഈ വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത്. ഉന്നതനാകുന്ന ദൈവം നേരിട്ട് നിന്ന് നടത്തുന്ന മഹായജ്ഞമാണ് താരാസ്തുതി. ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമാണ്. ദൈവത്താൽ സ്ഥാപിച്ചു ദൈവം നടത്തുന്ന ആത്മബോധോദയ സംഘമാണ്. മാറ്റമില്ലാതുള്ള ശക്തിയുടയമായി താരാസ്തുതി യജ്ഞം സ്ഥാപിച്ചല്ലോ. ഉന്നതനാകുന്ന ദൈവം ലോകരക്ഷാർത്ഥം സ്ഥാപിച്ച മഹാതാരാസ്തുതി ദൈവം തന്നെ നേരിട്ട് നടത്തുന്ന താരാസ്തുതി. പാപശാപ കർമ്മദോഷങ്ങളെ ഒഴിവാക്കുന്ന താരാസ്തുതി. ഭൂതപ്രേത പിശാചുക്കളെ അകറ്റുന്ന താരാസ്തുതി. മാറാരോഗങ്ങളെ മാറ്റുന്ന താരാസ്തുതി. മഹാശക്തിയും ദൂതരും കൂടി സ്തുതികൾ നടത്താൻ എഴുന്നള്ളത്തായി. മഹാശക്തിയും ദൂതരും കൂടി സ്തുതികൾ നടത്താൻ എഴുന്നള്ളത്തായി. ഭക്തരിലെല്ലാം ആനന്ദിച്ചിടാൻ ദൂതന്മാരെല്ലാം എഴുന്നള്ളത്തായി. ഭക്തരിലെല്ലാം ആനന്ദിച്ചിടാൻ ദൂതന്മാരെല്ലാം എഴുന്നള്ളത്തായി. ദൂതന്മാരെല്ലാം എഴുന്നള്ളത്തായി. ഭക്തന്മാരെല്ലാം എഴുന്നള്ളത്തായി. ദോഷങ്ങളെല്ലാം സംഹരിച്ചിടാൻ ദേവന്മാർ ദൂതന്മാർ എഴുന്നള്ളത്തായി.
നടത്തുമാറാകട്ടെ. ഭക്തരിലെല്ലാം ആനന്ദിച്ചിടാൻ ദൂതന്മാരെല്ലാം എഴുന്നള്ളത്തായി. അങ്ങനെ മഹാശക്തിയും ദേവീദേവന്മാരും ദൂതപരമ്പരകളും സർവപ്രകൃതികളും ആത്മലോകത്തോടൊപ്പം ആനന്ദമാടിക്കൊണ്ട് നടത്തുന്ന മഹാധാരാസ്തുതി ഉന്നതമായി നടത്തപ്പെടുവാൻ പരിശുദ്ധമായി നിങ്ങൾ വ്രതമെടുക്കുക. ഈ വ്രതാനുഷ്ഠാനങ്ങളും ഈ നിയമ ആചാരങ്ങളും എല്ലാം നിങ്ങളുടെ ആത്മാവിന്റെ പരിശുദ്ധിക്ക് വേണ്ടി നൽകിയിട്ടുള്ളതാണ്. ആത്മപരിശുദ്ധി വർദ്ധിക്കും തോറും പരമാത്മ ദർശനം നിങ്ങളിലേക്ക് സാധ്യമാകും. ആ പരമാത്മ ദർശനത്തിന് വേണ്ടിയാണ് ആത്മാവിന് ജന്മം തന്നിരിക്കുന്നത്. ആ ദർശനം നിങ്ങളിൽ സാധ്യമാകട്ടെ. അതിനായി പരിശുദ്ധ ജീവിതം ചെയ്യുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. നടക്കാനിരിക്കുന്ന ഓരോ മഹൽ കർമ്മങ്ങളും ഉന്നതമായി നടത്തപ്പെടുവാൻ വേണ്ടി എല്ലാവരും ഉറ്റു പ്രാർത്ഥിക്കുക. എല്ലാം സർവശക്തി എഴുന്നള്ളി നടത്തുമാറാകട്ടെ. നാളെ റാന്നിയിൽ നമ്മുടെ പുനഃപ്രതിഷ്ഠാകർമ്മം നടക്കുകയാണ്. മറ്റന്നാൾ ആദർശക്കൊടി ഉയർത്തി വാർഷികാഘോഷം ആരംഭിക്കുന്നു. അത് കഴിഞ്ഞാൽ ചിറ്റാറാശ്രമത്തിന്റെ വാർഷികം, അമ്പർനാഥാശ്രമത്തിന്റെ വാർഷികം, കാരക്കാട് ആശ്രമത്തിന്റെ വാർഷികം, തലശ്ശേരി ആശ്രമത്തിന്റെ വാർഷികം. അങ്ങനെ എന്തെല്ലാം എവിടെല്ലാം കർമ്മങ്ങൾ നടക്കാറുണ്ടോ അതെല്ലാം ഉന്നതമായി നടത്തപ്പെടുമാറാകട്ടെ. സന്താനങ്ങൾ എല്ലായിടത്തും പോയി പങ്കെടുക്കുക. കഴിഞ്ഞ ആഴ്ച നടന്ന കർമ്മങ്ങളിൽ നമ്മുടെ സന്താനങ്ങളുടെ പങ്കാളിത്തം വളരെയേറെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. അത് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായി ഭവിക്കട്ടെ. അങ്ങനെ നടത്തപ്പെട്ട ആനാവൂർ ശാഖാശ്രമ വാർഷികവും മലയാലപ്പുഴ ശാഖാശ്രമ വാർഷികവും ഇത്രയും മഹനീയമായി നടത്തി തന്ന മഹാശക്തിയെ നന്ദിയോട് നമുക്ക് സ്തുതിക്കാം. എന്തെല്ലാം ഒരുക്കങ്ങളോടുകൂടിയാണ് ഓരോ ഇടത്തും ഓരോന്നും ഈശ്വരൻ നടത്തുന്നത്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആചാര്യ പരമ്പരകളെ, സന്യാസ പരമ്പരകളെ, ഭക്ത പരമ്പരകളെ നിങ്ങളെല്ലാം ഈശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നേ ദിവസം നമ്മൾ കോത്തല ശാഖാശ്രമത്തിന്റെ മുഖ്യകർമ്മിയായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന നാരായണ ഭക്തന്റെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള നിലവിളക്കാണ് മുമ്പേ ഞാൻ സ്വീകരിച്ചത്. ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യതയിലേക്ക് ഈശ്വരൻ സ്വീകരിക്കുമാറാകട്ടെ. തുടർന്നും ജീവിച്ചിരിക്കുന്ന ഓമന സന്താനങ്ങളും സഹധർമ്മിണിയും എല്ലാം ഈ ആദർശത്തിന്റെ പ്രവർത്തകരായി ജീവിക്കുകയാണ്. തുടർന്നും ആ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറുവാൻ അവരെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാം നല്ല ഐശ്വര്യ സമ്പൂർണമായി വളരട്ടെ. എല്ലാം ഈശ്വരൻ കരുതട്ടെ. ഇന്നേ ദിവസം വന്നേർന്നിരിക്കുന്ന നിങ്ങളെല്ലാം ഞാനിത് ആളാമ്പ് ദർശിക്കുകയാണ്. എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആനന്ദത്തിൽ നിന്ന് ആനന്ദത്തിലേക്ക് നിങ്ങൾ വളർത്തപ്പെടുമാറാകട്ടെ. ഉന്നതമായ നമ്മുടെ മഹാഗോപുരം അതിശീഘ്രം അതിന്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വേഗം അതിന്റെ ഉദ്ഘാടന കർമ്മം നടത്തുവാൻ മഹാശക്തി എല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകട്ടെ. ഉന്നതമായ കർമ്മമേഖലകളിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആത്മദീപത്തെ ആത്മാനന്ദ ദീപമായി സർവദാ കരുതണമേ എന്ന് നമുക്ക് ഉറ്റുപ്രാർത്ഥിക്കാം. അതുപോലെ രാജഗോപാലിനെയും ആ കുടുംബത്തെയും സ്ഥപതികളെയും ശില്പികളെയും എല്ലാ മിത്രങ്ങളെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഈശ്വരൻ
ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം സത്യം കേട്ട് ഈ ആദർശത്തെ സ്വീകരിച്ച എന്റെ സന്താനങ്ങൾക്ക് ഈ അറിവിൽ കൂടി വളർന്ന് നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ ഈശ്വരന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. കൂടുതൽ കൂടുതൽ ആത്മാക്കളിലേക്ക് ഇത് എത്തിച്ചേരട്ടെ. ലോകം ശാന്തിയിലെത്തട്ടെ. സർവ്വലോകങ്ങളും ശാന്തിയാവട്ടെ. സർവ്വലോകങ്ങളും ശാന്തിയാവട്ടെ. സർവ്വലോകങ്ങളും ശാന്തിയാവട്ടെ. സർവശക്തി പ്രത്യക്ഷമായി വാഴുമാറാകട്ടെ. ലോകത്തെ രക്ഷിക്കുവാൻ വാഴുമാറാകട്ടെ. ഉന്നത കർമ്മങ്ങൾ നടത്തുവാൻ വാഴുമാറാകട്ടെ. ലോകവ്യാപകമായ ആദർശം പുലർത്തുവാൻ വാഴുമാറാകട്ടെ. വിദേശ രാജ്യങ്ങളിൽ ആശ്രയിച്ച് ജീവിക്കുന്ന ഉന്നോമനകളെ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവരെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ രാജ്യങ്ങളും നമ്മുടെ സ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ. എല്ലായിടത്തും തിരുവെഴുന്നള്ളത്തുണ്ടാകട്ടെ. അതിനായി ശുഭാനന്ദത ശക്തി വാഴട്ടെ. പ്രത്യക്ഷമായി വാഴട്ടെ. ദേവലോകതുല്യമായ ദേവാ